യു ഷുഡ് കറേജ് യുവർ സെൽഫ്. നമ്മൾ ചെയ്യണം. അതാണ് റൈസ് ആൻഡ് ഷൈൻ, ലൈറ്റ് ഹാസ് കം. നീ എഴുന്നേറ്റ് പ്രകാശിക്കണം. എനിക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നീ ഇറങ്ങുമ്പോൾ, ഞാൻ എപ്പോഴും പറയും, നീ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ 5 സ്റ്റെപ്പ് ദൈവം മുമ്പോട്ട് വെക്കും. ബട്ട് യു ആർ നോട്ട് മൂവിങ് ഓർ മേക്കിംഗ് എനി ആക്ട് ഓഫ് ഫെയ്ത്ത്, നത്തിങ് വിൽ ഹാപ്പൻ. നീ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ബട്ട് ഇഫ് യു ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ്, ഗാഡ് ഈസ് റെഡി. ആമേൻ. നമുക്കറിയാം, നഷ്ടപ്പെട്ട മകൻ ആ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ, അവനെ കാണുമ്പോൾ ഉമ്മറത്ത് പടിയിലിരിക്കുന്ന പിതാവ് ഓടി അവൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് കുഞ്ഞ്. നീ ആത്മഹത്യ ചെയ്യല്ല. നീ പരാജയനല്ല. ഇത് വലിയേറിയൊരു ജീവിതമാണ്. നീ നഷ്ടമാക്കി കളയല്ല. ഈ സ്നേഹം നിന്നെ മാടി വിളിക്കുകയാണ്. കാരണം രൂപാന്തരപ്പെട്ട ദൈവം. പൗലോസ് പറയുന്നു, ഞാൻ അതുകൊണ്ട് ഒന്നിലും ലജ്ജിക്കാതെ, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ, ആമേൻ, ഞാൻ പൂർണ്ണ ധൈര്യം പോയി. കർത്താവിൽ മാത്രമേ നമുക്ക് ഒരു പ്ലേസ് ഉള്ളൂ ധൈര്യപ്പെടാൻ. വെർ ഈസ് നോട്ട് എനി അതർ പ്ലേസ് ബട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദ പ്ലേസ് ഓഫ് ആൻ അതോറിറ്റി, ദ പ്ലേസ് ഓഫ് ദ ലൈറ്റ്. യു ക്യാൻ സ്ട്രെങ്ത് യുവർസെൽഫ്, യു ക്യാൻ ബി. ഹല്ലേലൂയ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നിട്ട് ദൈവം പറയുകയാണ്, ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ. താൻ പറയും, എപ്പോഴും എന്ന പോലെ. ഈ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ, സിൻസ് ഹല്ലേലൂയ ഹി നോൺ ഹിം, അവനെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ എനിക്കറിയാം. പലരും ചോദിച്ചു, എന്തോ ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്തോ കിട്ടി, എന്ത് നേടി നീ? എന്ത് ചെയ്യും നിൻ്റെ സമാധാനം, നിൻ്റെ സന്തോഷം, എന്ത് ചെയ്യും നിൻ്റെ? അപ്പോൾ അവരോടെല്ലാം പറഞ്ഞു, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. അതാണ് പത്രോസ് എഴുതുമ്പോൾ എഴുതിയിരിക്കുന്നത്, സറണ്ടർ അണ്ടർ ഹിസ് മൈറ്റി ഹാൻഡ്, ഹി വിൽ ലിഫ്റ്റ് യു അപ്പ്, ഹി വിൽ എക്സോൾട്ട് യു ഇൻ ഹിസ് ഡ്യൂ ടൈം. ഇത് തക്ക സമയത്ത് ദൈവം നിന്നെ മാറിക്കും. തക്ക സമയത്ത് ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. തക്ക സമയത്ത് നീ ദൈവത്തിൻ്റെ ഗ്ലോറി നീ കാണും. സാധ്യമെന്നും തടസ്സമെന്നും പരാജയമെന്നും പറഞ്ഞ മണ്ഡലങ്ങളുടെ പേര് ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കണം. അഭിഷേകത്തിൻ്റെ തീ നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഓ അതുകൊണ്ടാണ് വചനം പറയുന്നത്, അന്ന് ആളുകളിൽ തോളുകളിൽ നിന്ന് ചുവട് നീങ്ങിപ്പോവും, കഴുത്തിലുള്ള നുകം മാറിപ്പോവും, പുഷ്ടി നിമിത്തം നുകം തകരും. The anointing shall break the yoke. The anointing shall break the... എന്നോട് പറഞ്ഞ്, അഭിഷേകം നുകങ്ങളെ തകർക്കും, അഭിഷേകം നുകങ്ങളെ തകർക്കും. നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നും എന്ന പോലെ താൻ പറയുകയാണ്, അയ്യോ നിന്നെതേ തകർക്കാൻ ഒത്തിരി പേര് നിൽക്കുന്നു, നിനക്കെതിരെ നിൽക്കുന്നു. നിനക്കെതിരെ അവർ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു. നിനക്കെതിരെ ദോഷം അവർ നിരൂപിക്കുന്നു. യെസ്, അവർ ചെയ്യട്ടെ. പക്ഷേ ഇതെല്ലാം കാര്യങ്ങൾ തിരിയാൻ പോവും. ഇത് മഹത്വമായി മാറാൻ പോവാണ്. ഇത് അത്ഭുതമായി മാറാൻ പോവാണ്. അയ്യോ, ഞങ്ങൾ അറിയിച്ചാണല്ലോ ദീനമായി കിടക്കുന്നെന്ന്, പറഞ്ഞാണല്ലോ ഈ ദീനം മരണത്തിനല്ലെന്ന്, പിന്നെ എന്തുകൊണ്ടാണ് മരിച്ചേ? നിനക്ക് പ്രിയനായനായിരുന്നല്ലോ, 4 ദിവസം നാറ്റം വെച്ചല്ലോ. ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു. പേടിക്കേണ്ട. വാക്ക് പറഞ്ഞ ദൈവമാണെങ്കിൽ ചിലർ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി നാളെ ഇനി ഞാൻ വെയിറ്റ് ചെയ്യണം, ഷാൽ ഐ വെയിറ്റ് അഗെയിൻ? യെസ്, നീ വെയിറ്റ് ചെയ്തേ മതിയാവും. നീ വെയിറ്റ് ചെയ്യണം കുഞ്ഞെ. കാരണം 25 വർഷം വിശ്വാസത്താലും ദീർഘക്ഷമയാലും അബ്രഹാം കാത്തിരുന്ന പോലെ ഒരു ദിവസം ആ വാഗ്ദത്തം നിന്നെ തേടി വരും. പരിശുദ്ധ ഹബക്കൂക്ക് 2 വേർഡ് എന്നെ പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, നീ താമസിച്ചാലും ആ വിടുതൽ വരും. താമസിച്ചാലും വൈകിയാലും കാത്തിരിക്കുക. ആ ഒരു മഹത്വം കാണാൻ വൈകിയാലും കാത്തിരിക്കുക. ഒരു വലിയ ദൈവപ്രവർത്തനത്തിന് വേണ്ടി വെളിപ്പെട്ട് വരും. ഒന്ന് താൻ പറയുകയാണ്, എനിക്കിത് രക്ഷാകാരണം. എത്ര പേരെന്നോട് പറയും? നിങ്ങൾ വായി തുറന്ന് പറയണം, ഇത് ഞാൻ ഇന്ന് കടന്നു പോകുന്ന വേദനകൾ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന തകർച്ചകൾ, പരാജയങ്ങൾ, ഇതെനിക്ക് അനുഗ്രഹമാകമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക്. ഓൾ വർക്ക്സ് ടുഗദർ ഫോർ ഗുഡ്, ദോസ് ഹു ലവ് ഹിം, ദോസ് ഹു കോൾ അക്കോർഡിംഗ് ടു ദ പർപ്പസ് ഓഫ് ഗോഡ്. ദൈവം തന്നെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്ന ദൈവവേദന നിനക്കിത് നന്മയായി മാറാൻ പോവുകയാണ്. എന്നോട് പറഞ്ഞാട്ടെ, നന്മയായി മാറാൻ പോവുകയാണ്. വലിയൊരു ദൈവസാന്നിധ്യം അഭിഷേകത്തെ നിറഞ്ഞ് ഞാൻ പറയുന്നു, അത് നന്മയാകാം. പിന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ ഒന്നിനും ലജ്ജിച്ചു പോകുന്നില്ല. ഇല്ല, നീ ചിലപ്പോൾ ചിന്തിക്കും ലജ്ജയുടെ അനുഭവമായിരിക്കും, നിന്നയുടെ അനുഭവമായിരിക്കും, ജപ്തിയുടെ വക്കിലായിരിക്കും, അല്ലെങ്കിൽ ആമേൻ നീ ജീവിതത്തിൽ കാണാത്ത ഒരു പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കാം നീ കടന്നു പോകും. നീ ഭാരപ്പെടേണ്ട, ഇത് അനുഗ്രഹമാകാൻ പോവുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ, എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പൂർണ്ണ ധൈര്യമാണ് കർത്താവിൽ.
കർത്താവ് അതുകൊണ്ട് നെഹമ്യാവ് പറയുന്നത്, അസൻബല്ലത്തും തോബിയാവും പറഞ്ഞു, ഒരു കുറുക്കൻ കയറിയാൽ ഈ മതിൽ വീഴും. പക്ഷേ താൻ വചനം പറയുന്നു, അദ്ദേഹം പറയുകയാണ്, സന്തോഷിച്ചു. അവരുടെ വാക്കുകളെ നീ കേൾക്കണ്ട കേട്ടോ, നിന്നെ തളർത്തുന്ന വാക്കുകളെ നീ കേൾക്കണ്ട. നിന്നെ നിരാശപ്പെടുന്ന വാക്കുകൾക്ക് നീ ചെവി കൊടുക്കണ്ട. കാരണം എന്നറിയോ, കർത്താവിൽ സന്തോഷമാണ് നമ്മുടെ ബലം. The joy of the Lord is our strength. ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും? കർത്താവിൽ സന്തോഷമാണ്. അവരുടെ കയ്യിൽ ഒരു കയ്യിൽ വാളാണ്, ഒരു പണിയുകയാണ്, ശത്രു നിൽക്കുകയാണ്, പരാജയം നോക്കാൻ നിൽക്കുകയാണ്. പക്ഷെ അതിൻ്റെ നടുവിൽ നെഹമ്യാവ് പറയുകയാണ്, കർത്താവിൽ സന്തോഷമാണ് നമ്മുടെ ബലം. കുഞ്ഞുങ്ങളെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ വചനത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതങ്ങളിലേക്ക് ആ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. എൻ്റെ ശരീരം സൗഖ്യമാവുക. എനിക്ക് ആത്മാവിൽ കാണാം സ്കിൻ അലർജീസ്, ശരീരത്തിലെ പല പാടുകൾ, അതുപോലുള്ള പ്രയാസങ്ങൾ. ഞങ്ങൾ ഈ സ്റ്റുഡിയോയിൽ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ആത്മാവിൽ നിന്നെ അങ്ങനെ ദൈവാത്മാ പറഞ്ഞെങ്കിൽ ഒരു ദിവസം നീ ഇത് കാണും, നിന്നെ സൗഖ്യമാകുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ശരീരങ്ങളിൽ എത്ര മരുന്ന് ചെയ്തിട്ടും കാര്യങ്ങൾ വേഴ്സാകുന്നിടത്തേക്ക്, അത് ചില ദോഷങ്ങളിലൂടെ, ചില കുടുംബ പാരമ്പര്യങ്ങളുടെ, ചില മറ്റ് വസ്തു വിഷയമായ കാര്യങ്ങളിൽ, അല്ലെ പൈശാശക്തിയുടെ അവകാശം, ഇരുട്ടിൻ്റെ അവകാശങ്ങൾ തന്നെ ശരീരത്തിൻ്റെ മേൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിഷേകത്തിൻ്റെ മേൽ അങ്ങനെയുള്ളവർ മാത്രം സ്ക്രീനിലേക്ക് കൈവർത്തി നിങ്ങൾ ആമേനെന്ന് പറഞ്ഞു, അല്ലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തു. യേശുവിൻ്റെ നാമത്തിൽ സകല സ്കിൻ അലർജി സ്പിരിറ്റ്സിനെയും ഇടുന്ന എല്ലാത്തിനെയും ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുമ്പോൾ we rebuke in the name of Jesus. അവരുടെ ബോഡി റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. ആ നയമാൻ്റെ ശരീരം എന്നെ കർത്താവ് കാണിക്കുന്ന അതുപോലെ സോറിയാസ് പോലെ, അതുപോലെ വ്രണം പോലെ വല്ലാതെ നിൽക്കുന്ന, പൊട്ടി അളിഞ്ഞ പോലെ നിൽക്കുന്ന അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് ഉണങ്ങട്ടെ. ആ വ്രണം ഉണങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് സൗഖ്യമാകട്ടെ. എത്ര ചികിത്സിച്ചിട്ട് ഇതിനാത്മാ വ്യക്തമായിട്ട് പറയുന്നത്, എത്ര ചികിത്സിച്ചിട്ട് ഉദരരോഗം അവരെ കാണുന്ന എല്ലാ ചെക്കപ്പ് ചെയ്യുമ്പോഴും എല്ലാം ഡോക്ടേഴ്സ് പറയുന്നത് നോർമൽ ടെസ്റ്റ്, എത്ര സ്കാൻ ചെയ്തിട്ട് പക്ഷേ വേദന മാറുന്നില്ല. ദഹന പ്രശ്നങ്ങളുണ്ടാകുകയാണ്, വല്ലാത്ത അസ്വസ്ഥത. അതുകൊണ്ടൊരു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ കാണാം, അതുകൊണ്ട് കൃത്യമായി സമയത്ത് ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പല പ്രാവശ്യം ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്നു, വീണ്ടും വരുന്നാത്ത അസ്വസ്ഥത. അങ്ങനെയുള്ള ആ വ്യക്തിയെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അതിനെ പിൻപിൽ നിൽക്കുന്ന യേശു പത്രോസിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ അമ്മായിമ്മ രോഗം കണ്ട് പത്രോസ് കർത്താവോടെ ചോദിച്ചിട്ട് എത്ര നാളായി പനിയോ, ഇപ്പോഴത്തെ പനിയൊക്കെ ഇല്ലയോ, കോട് വല്ലതും വന്നായിരുന്നോ, അല്ലെങ്കിൽ ഇത് ഇപ്പോഴത്തെ വൈറലാണെന്നൊന്നുമല്ല. കർത്താവ് കുനിഞ്ഞു നോക്കി അവളിൽ വ്യാപരിക്കുന്ന ആ സ്പിരിറ്റിനെ ശാസിച്ചു. വചനം പറയുന്നു, അവൾ എഴുന്നേറ്റ് കർത്താവിനെ ശുശ്രൂഷ ചെയ്ത് ഇപ്പോൾ തന്നെ അതിനെ പിൻപിൽ നിൽക്കുന്ന ആ ശക്തി, ആ അവകാശ രോഗാത്മാവ്, രോഗം ചികിത്സിച്ച് ഭേദമാക്കുക. രോഗാത്മാവിനെ പറ്റത്തില്ല കുഞ്ഞെ. ആ രോഗാത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ദ സിക്നെസ് is leaving out of your body completely. I feel in spirit. In Jesus' name. Amen. വചനം ഞങ്ങൾ അയക്കും. He sent out his word and healed them and delivered them from their destruction. വചനം അയച്ചവരെ വചനം അയക്കുകയാണ്. നിന്നിരുന്ന ആ ശരീരത്തിൽ നിന്ന് ആ ഉദര രോഗം എന്ന് പറയുമ്പോൾ തന്നെയും ദൈവം സ്ത്രീകൾക്കും ഉദരസംബന്ധം എല്ലാ രോഗബന്ധനങ്ങളും അബ്ഡോമുമായിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രോഗബന്ധനങ്ങളും യേശുവിനെ സർജറിക്ക് വിധേയമാണ്ട വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ. സൗഖ്യമായിരിക്കുന്നു. ഇതല്ല ഭാരരകതല രമാനരാകാന്തര തലമുറയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില ഒരു ക്ലിയറൻസ്, ചില വിസയുടെ വിഷയങ്ങൾ, ചില ഒരു മറുപടി, ചില ലെറ്ററുകൾ, ഇൻ്റർവ്യൂ മാറി ചില ലെറ്ററുകൾ, ചില മറുപടികൾ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തികളെ ഞാൻ റിലീസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ആമേൻ എന്ന് എഴുതിക്കൂ. ആമേൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം പറഞ്ഞാൽ അത് റൈറ്റ് നാവും. അവൻ്റെ ഭക്തന്മാരുടെ വാക്കുകളെ, അവൻ്റെ പ്രവാചകരുടെ വാക്കുകളെ നിവർത്തിക്കുന്ന ദൈവം, ദൂതനെ അയച്ച് നിവർത്തിക്കുന്ന ദൈവം അതിനൊക്കെ വേണ്ടി ചെയ്യുകയാണെങ്കിൽ വിശ്വാസയുടെ വചനം അയക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ വചനം അയക്കുന്നു, അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല. ആകാശത്ത് മഞ്ഞും മഴയും പെയ്യും, അത് അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലപ്രദമായി വിളയിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ്, അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു വലിയ ഒരു വിടുതൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സംഭവിക്കട്ടെ. അതുപോലെ സാമ്പത്തിക വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കരം ആവശ്യമുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ട്
കണ്ണുനീരോടെ പ്രാർത്ഥന നടക്കാത്ത വിഷയത്തിന് മേൽ മഞ്ഞും മഴയും പെയ്യുമ്പോൾ കിരുതുത്തോട് നീ വറ്റുമ്പോൾ നീ ഭാരപ്പെടേണ്ട. സറാപത്ത് ഒരുക്കിയിട്ടുണ്ട്. സറാപത്ത് തുറന്നിട്ടുണ്ട്. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത ഒന്ന് ആമേൻ തുറന്ന് വെച്ചിട്ടാണ് ദൈവം വേറെ നടക്കുന്നത്. ഒന്ന് തുറന്നിട്ടാണ് ദൈവം വേറെ നടക്കുന്നത്. നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നിട്ടുണ്ടാവും അതിൽ ആ വരും ആ നന്മ നിന്നെ തേടി വരും. നന്മയും കരുണ ഒരു ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ യു ഓൾ ദി ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. യു ഡോണ്ട് വാണ്ട് ടു ഫോളോ ദം. നീ അതിൻ്റെ പുറകെ പോകണ്ട. നിന്നെ തേടി വരികയാണ്. നിൻ്റെ അഡ്രസ്സ് തേടി കൊരിയറുകാർ വരും. നിന്നെ തേടി നന്മ. ബ്രദർ സിസ്റ്റർ, നിന്നെ തേടിയ നന്മ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി. ഫീഡ് ചെയ്യുക. സറാപത്തിൽ വിധിയോടെ കൽപ്പിച്ചു. ദൈവം ചില കൽപ്പിച്ച വ്യക്തികൾ നിന്നെ തേടി വരാൻ പോവാം. മഹത്വം നീ കാണാൻ പോവാം. സ്വർഗമേ, നീ പ്രാർത്ഥന കേട്ടന സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി കാണും വരെ സർവശക്തനായ ദൈവം അവൻ്റെ ചെറുകടിയിൽ മറക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.